പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുവചന സന്ദേശത്തിൽ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിജയമന്ത്രത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അതിൻ്റെ 12-ാം അധ്യായം 24-ാമത്തെ തിരുവചനം ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്: ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അത് അഴിയുന്നെങ്കിലോ ഒത്തിരി ഫലം പുറപ്പെടുവിക്കും എന്ന് വചനം എടുത്തു പറയുകയാണ്. വളരെ വ്യക്തമായി നമുക്ക് മനസ്സിൽ എഴുതിയിടാം. തമ്പുരാൻ്റെ വലിയ സന്ദേശമായി ഹൃദയത്തിൽ സ്വീകരിക്കാം. ഒരുപക്ഷെ കേൾക്കുമ്പോൾ ഒരല്പം ആശങ്ക തോന്നുമെങ്കിലും വളരെ വ്യക്തമാണ് തമ്പുരാൻ പഠിപ്പിക്കുക. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. ഗോതമ്പ് മണി അഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവൻ്റെ പുതിയ സുവിശേഷം നമുക്ക് നൽകുകയാണ്. ഞാൻ ഓർക്കുകയാണ്, കുറച്ച് നാളുകൾക്ക് മുൻപ് ധ്യാനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ തമ്പുരാൻ എനിക്ക് ഇട നൽകിയപ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പിൽ തുറന്നു വെച്ചത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ എടുത്തു പറയാം ആത്മഹത്യയിലേക്ക് വളരെ ഏറെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. 1,60,00,000 രൂപയിലധികം സാമ്പത്തിക കടബാധ്യതയിൽ തൻ്റെ ബിസിനസ്സിൽ പരാജയപ്പെട്ട് ഇനി ജീവിതത്തിൽ ആരെ നോക്കണം, എങ്ങനെ നോക്കണം എന്ന് കാത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരുപക്ഷെ എനിക്ക് അന്ന് ആ വ്യക്തിയോട്, കർത്താവിൻ്റെ ആ പ്രിയപ്പെട്ട മകനോട്, തിരഞ്ഞെടുക്കപ്പെട്ടവനോട് പറയാൻ തോന്നിയത് ഇപ്രകാരമാണ്: ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കും. കണ്ണുനീരോടുകൂടി അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇപ്രകാരമാണ്: അച്ഛാ, എൻ്റെ ജീവിതത്തിൻ്റെ സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ. വേദനാജനകമായ സങ്കടങ്ങളുടെ ഒറ്റപ്പെടലുകളിൽ ഞാൻ നടന്നു പോവുകയാണ്. ഇനി എവിടെയാണ് ഞാൻ അഴിയേണ്ടത്? ഞാൻ പറഞ്ഞു, നീ നോക്കിയിട്ടുള്ളത് ഈ ബാഹ്യമായ അഴിയലുകളെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ മാത്രമാണ്. നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ തമ്പുരാൻ എറിഞ്ഞു തരുന്ന വലിയ സ്നേഹത്തിൻ്റെ ഒരു സുവിശേഷമാണ് നിൻ്റെ കടബാധ്യതകൾ. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഒരുപക്ഷെ രോഗക്കിടക്കയിലായിരിക്കാം എൻ്റെ കുഞ്ഞ്. ഒരുപക്ഷെ സങ്കടങ്ങളുടെ ലോകത്ത് ഏറ്റവും സ്നേഹിച്ചവൻ്റെ മുൻപിൽ, സ്നേഹിച്ചവളുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദനയും നൊമ്പരവും ഏറ്റുകൊണ്ടായിരിക്കാം കുഞ്ഞിരിക്കുക. ഒത്തിരി അധ്വാനിച്ചിട്ടും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും ഒരു തുണ്ട് പോലും, ഒരു രൂപ പോലും, ഒരു നാണയത്തിൻ്റെ അംശം പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കാം നീ. സാമൂഹിക സേവനത്തിനും ദൈവശുശ്രൂഷയ്ക്കുമൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ട് തെറ്റിദ്ധാരണകളുടെയും അപഹാസ്യങ്ങളുടെയും എല്ലാം നടുവിൽ നിന്നുകൊണ്ട് നെഞ്ചരിയുന്ന ഒരു കുഞ്ഞായിരിക്കാം നീ. ഓർക്കുക, കർത്താവ് നിന്നോട് ആവശ്യപ്പെടുക, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വചനത്തെക്കുറിച്ച് സുവിശേഷ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് പലവിധ സന്ദേശങ്ങൾക്കായിട്ടൊക്കെ ഈ വചനം ഒന്ന് പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്: എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഫാക്കൽറ്റി ഉണ്ട്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഫാക്കൽറ്റിയെ തിരിച്ചറിയുവാൻ തമ്പുരാൻ ഒരുക്കുന്ന ഒരു വഴി. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കാര്യമാണത്. ഇതിനേറ്റവും പ്രധാനം എന്നെ തന്നെ ഒന്ന് താഴ്ത്തിക്കെട്ടുക എന്നുള്ളതാണ്, എന്നെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുക എന്നുള്ളതാണ്, എന്നെ തന്നെ വിസ്മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയണം. നിലത്തു വീണ് അഴിയുക എന്ന് പറഞ്ഞാൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിക്കുന്ന ശിഷ്യത്വത്തിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് സ്വയം പരിത്യജിക്കലാണ്. ഞാനാകുന്ന എൻ്റെ വ്യക്തിത്വത്തെ പരിത്യജിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനല്ല. എന്നിലുള്ള ക്രിസ്തുവിന് ചേരാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് എഫെസോസുകാർ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവൻ്റെ ജീവിതത്തിൻ്റെ വലിയ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്: നിൻ്റെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ, വഞ്ചന നിറഞ്ഞവനെ നീ ദൂരെ എറിയുവിൻ. എന്നിലേക്ക് തന്നെ നോക്കാൻ. അങ്ങനെയാണല്ലോ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വേദനാജനകമായ സാഹചര്യങ്ങളിൽ നമുക്കൊരിക്കലും മറ്റൊരാൾ കൂടെ ഉണ്ടായിരിക്കില്ല. സന്തോഷത്തിൻ്റെ ദിനങ്ങളിൽ നമുക്ക് ഒത്തിരി പേരുണ്ടാകാം.
ഒരുപക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയ്ക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒത്തിരിയധികം സമയം പഠനത്തിനായി ചെലവഴിച്ചിട്ടും അതൊന്നും ഗ്രഹിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടെത്താറുണ്ട്. പിന്നീട് 1-2 വർഷങ്ങളൊക്കെ അവരുമായിട്ട് ഒന്ന് ഇടപഴകുന്നതിൻ്റെ ഒരു രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, തമ്പുരാൻ അവരുടെ ജീവിതത്തിലെ ആ ഇല്ലായ്മയെ ഒരു ഉള്ളായ്മ അഭിഷേകമാക്കി നിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. ആ ഒരു സന്ദേശത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുക. ഒരുപക്ഷെ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കർത്തൃ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഈ വചനം ശ്രവിക്കുന്നവരെല്ലാം സുവിശേഷ പ്രഘോഷണത്തിനായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുന്നവരാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ചില അതിർത്തികളുണ്ട്. ഒരുപക്ഷെ ഒരു പുരോഹിതന് നൽകപ്പെട്ടിട്ടുള്ള ഒരു അതിർത്തി, ഒരു സന്യസ്തയ്ക്കോ സന്യസ്തനോ നൽകിയിട്ടുള്ള ചില അതിർത്തികൾ, ഒരു അധ്യാപകന് നൽകിയിട്ടുള്ള അതിർത്തികൾ. ഈ അതിർത്തികളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കുവാൻ നീ കടപ്പെട്ടതാ. അങ്ങനെയെങ്കിൽ ഓർക്കുക, കർത്തൃ ശുശ്രൂഷയ്ക്ക് നീ ഒരുമ്പെടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ നീ ഒരുങ്ങിയിരിക്കുക. അതിനകത്ത് അതിന് വളരെ വ്യക്തമായിട്ട് കുറച്ചും കൂടെ നീങ്ങിയതിന് ശേഷം നമ്മൾ കാണുകയാണ്, വരുന്ന ദുരിതങ്ങളെല്ലാം നീ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന്. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിലും നീ ശാന്തത വെടിയരുത്. വലിയൊരു ഉപമ ഈ പ്രഭാഷകൻ പറഞ്ഞു വയ്ക്കുകയാണ്. ക്രിസ്തുവും അതുപോലെ തന്നെ ഈ ഉപമകളിലൂടെ സഞ്ചരിച്ചൊരു വ്യക്തിയാണല്ലോ. ക്രിസ്തുവിനെ കണ്ടെത്തേണ്ട ഒരു വ്യക്തി ഏറ്റവും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട, ക്രിസ്തു എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനെ ഒറ്റയ്ക്ക് വിടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത് ഒരു ഭാര്യയെ നൽകിക്കൊണ്ട് തമ്പുരാൻ അവനെ ക്രമീകരിക്കുക. ഒറ്റയ്ക്ക് വിടുന്നില്ല തമ്പുരാൻ. പിന്നീട് സുവിശേഷത്തിലെ ഏടുകളിലൂടെ കടന്നു കാണുന്നുണ്ട് സഹായകനായ പരിശുദ്ധാത്മാവിനെ. എന്തിന്? നിത്യജീവന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ തീച്ചൂളയിലും. ഞാനൊരു ചെറുപ്പക്കാരനെക്കുറിച്ച് പറഞ്ഞു വെച്ചുവല്ലോ. അവനെന്നോട് ചോദിച്ചു, അച്ഛാ, എൻ്റെ ഇത്രയധികം 1,60,000-ത്തിലധികം വരുന്ന കടബാധ്യതകളുടെ മുമ്പിൽ ഞാൻ എന്തു ചെയ്യണം? ഞാൻ പറഞ്ഞു, തമ്പുരാൻ നിൻ്റെ ഉള്ളിൽ നൽകിയിട്ടുള്ള ദൈവികമായ ചില കഴിവുകളുണ്ട്, ദൈവികമായ ചില കൃപകളുണ്ട്, ദൈവികമായ അഭിഷേകമുണ്ട്. ഒരുപക്ഷെ അനേക ലക്ഷം പേരുടെ കണ്ണുനീർ തുടയ്ക്കാൻ നിൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്, നിൻ്റെ ഒരു സമർപ്പണത്തിന്, നിൻ്റെ ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ജീവിതത്തിന്, വിശ്വാസ ജീവിതത്തിന് നീ സാക്ഷ്യമാകും. കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ കണങ്ങൾ വരുമ്പോഴും അവൻ്റെ മനസ്സിൽ ഈ ചോദ്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്, എങ്ങനെയാണ് എൻ്റെ കടബാധ്യതകൾക്കൊരു ഉത്തരമുണ്ടാവുക? ഞാൻ പറഞ്ഞു, നീ നിന്നെ തന്നെ ഇല്ലാതാക്കണം. എൻ്റെ മനസ്സിലേക്ക് ആ സമയങ്ങളിൽ കടന്നു വന്നത് വളരെ അത്ഭുതകരമായി കേരളത്തിൻ്റെ തീരങ്ങളിൽ, ഇന്ത്യയുടെ തീരങ്ങളിലൊക്കെ വലിയ സുവിശേഷ സാക്ഷ്യമായി തീരുന്ന ഫ്രാൻസിസ് സേവ്യറിനെയാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള കൊടുത്ത ഒരു വചനത്തിൻ്റെ, ഈശോയുടെ വലിയ ശക്തമായ ഒരു സാക്ഷ്യത്തിൻ്റെ വചനത്തിൽ, ഈ ലോകം മുഴുവൻ നീ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്കെന്ത് പ്രയോജനം? പ്രിയ കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ കടബാധ്യതകളായിരിക്കാം, വിവാഹം നടക്കാത്തൊരവസ്ഥയായിരിക്കാം, എനിക്ക് ഭവനമില്ല എന്ന് സങ്കടപ്പെടുന്നൊരു കുഞ്ഞായിരിക്കാം നീ. എനിക്ക് കൂട്ടുകാരില്ല, എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകളുണ്ട്, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, മാന്യമായ സ്ഥാനം ലഭിക്കുന്നില്ല എന്നീ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നീ കർത്താവിന് മുമ്പിൽ അവതരിപ്പിക്കുക. പക്ഷേ ഓർക്കണം, ഇതിലൂടെ നിൻ്റെ ആത്മാവിൻ്റെ രക്ഷ സാധ്യമാണോ? ആണെങ്കിൽ തീർച്ചയായും നിൻ്റെ കർത്താവ് അത് നിനക്ക് കൃത്യമായി തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പത്രോസ്ലീഹായുടെ 2-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം പറയുക, കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ നീ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തും. തക്ക സമയമെന്ന് വിവേചിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. ആത്മാവിൻ്റെ അഭിഷേകമുള്ളൊരു സ്വാതന്ത്ര്യം ക്രൂശിതനെ കണ്ടുമുട്ടുന്നതിലൂടെയാണ്. ഉദ്ധിതനെ കാണാനായി നീ ക്രൂശിതൻ്റെ അടുത്ത് സമീപത്ത് ചെല്ലണം. ക്രൂശിതൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് ഭയമാണ്. വേദനകളുടെ, പീഡകളുടെ, തിരസ്കരണത്തിൻ്റെ, എന്തിനേറെ അവൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ മനുഷ്യനെ പോലെയായി തീർന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്, തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു. എന്തിനാണ്? ദൈവമായിരുന്നിട്ടും ആ ദൈവത്തിൻ്റെ സമാനത നിലനിർത്താതെ അവൻ മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചു. ഒരു സാധാരണ പുഴുവിനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അവൻ ഒരു പുഴുവിനെ പോലെ, ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ദൈവം കടന്നു വന്നത് എനിക്കും നിനക്കും സ്വീകാര്യമായ രീതിയിൽ അത് ക്രമീകരിക്കാൻ വേണ്ടിയാണ്. കർത്താവ് തന്നെ തന്നെ ശൂന്യനാക്കി നമ്മോടൊപ്പം ഇറങ്ങി വന്നുവെങ്കിൽ ആ ക്രൂശിതൻ്റെ സൗഖ്യം നൽകുന്നത് ഈ കാലിത്തൊഴുത്തുമുള്ള ജീവിതത്തിൻ്റെ വലിയ ഒരു ചിത്രമാണ്. കാൽവരിയുടെ നെറുകയിലും ഒറ്റപ്പെടുന്ന തമ്പുരാൻ, പിതാവിനെ വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈശോ,
ആ ഈശോയുടെ വ്യക്തിത്വത്തിലേക്ക് നീ എന്ന് ചേരുന്നുവോ അന്ന് നിൻ്റെ ഉള്ളിൽ അതിൻ്റെ അഭിഷേകം നിറയുകയാണ്. രോഗങ്ങൾ പോലും അത്ഭുതകരമായി തമ്പുരാൻ ക്രമീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയാതെ തന്നെ ദൈവമക്കൾക്ക് വ്യക്തമാണ്. എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ രോഗസൗഖ്യമായി, സാമ്പത്തിക കടബാധ്യതകളുടെ തടസ്സങ്ങൾ മാറാതെ, കുടുംബത്തിലുള്ള ബന്ധനങ്ങൾ മാറാതെ നമ്മൾ ഇന്നും അവശേഷിക്കുന്നുവെങ്കിൽ ഓർക്കുക, കർത്താവ് നിന്നിൽ ഇനിയും രൂപപ്പെടാനുണ്ട്. അതുകൊണ്ടാണ് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ തീച്ചൂളയിലും. ശേഷം വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നീ ശാന്തത കൈവിടിയരുത്. ശാന്തമായി കർത്താവിൻ്റെ മുമ്പിലിരിക്കാനുള്ള ഒരാഹ്വാനം. ഓക്കെ, ഈ ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന ഈ വലിയ വിശുദ്ധൻ ഈ വചനത്തിൻ്റെ ആഴങ്ങളിൽ തൻ്റെ സമ്പത്തിൻ്റെ ഔന്നത്യം ഉപേക്ഷിച്ച് തൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ അഴിയാൻ തയ്യാറാകുമ്പോൾ, അവനിൽ തന്നെ ഒരു നിഷേധം കണ്ടെത്തുമ്പോൾ, അവനിൽ തന്നെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ അവൻ്റെ കുരിശെടുക്കുവാനുള്ള ധൈര്യം ലഭിക്കുകയാണ്. അതുകൊണ്ട് ഈശോ ശിഷ്യത്വത്തിലേക്കുള്ള പടിയിൽ രണ്ടാമത് പറഞ്ഞത്, നീ നിൻ്റെ കുരിശെടുക്കണം. നിൻ്റെ കുരിശെടുക്കാനുള്ള ധൈര്യം കിട്ടുക ഈ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ്. കഴിഞ്ഞ കാലം മനുഷ്യൻ്റെ ആവരണങ്ങളും ആഭരണങ്ങളും അഴിച്ചു വയ്ക്കുമ്പോൾ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ ഞാൻ കണ്ടെത്തുമ്പോൾ നാം കാണും പിന്നെ ഒരു യാത്രയാണ് ക്രിസ്തുവിനോടൊപ്പം. ഭാരങ്ങൾ വഹിക്കാത്ത, ഒന്നും സ്വരുക്കൂട്ടാത്ത, ഒന്നും കൂട്ടിവെക്കാത്ത ഒരു യാത്ര നമ്മൾ തുടങ്ങും. അവിടുന്ന് നമുക്ക് ഒരു സ്വസ്ഥതയുടെ തീരത്തേക്ക് അണയാൻ കഴിയൂ. അതാണ് നിത്യജീവൻ. അതുകൊണ്ട് പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ സുവിശേഷത്തിൻ്റെ ആദ്യത്തിൻ്റെ, അതിന് മുൻപുള്ള ഭാഗവും അതിൻ്റെ അവസാന ഭാഗവും കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഗോതമ്പ് മണി അഴിയണമെന്ന് ഈശോ പറയുന്നതിന് തൊട്ട് മുൻപ് ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശമാണ്. ഓശാന പാടി ഒലിവിലയുടെ കൊമ്പുകളുമായി ജനക്കൂട്ടം ആർത്തു വിളിച്ച് അവനെ വലിയൊരു സ്ഥാനത്തേക്ക് കയറ്റുമ്പോഴും അവൻ കടന്നു വരുന്നത് ഈ ഒരു ഏറ്റവും വിലകെട്ട ഒരു കഴുതയുടെ മുകളിലാണ്. അതിനുശേഷം നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നത്, അടുത്ത അധ്യായം ആരംഭിക്കുന്നത് ഈശോ തന്നെക്കുറിച്ച് ഒന്നും അറിയാത്ത, ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത, ദൈവിക ജ്ഞാനമില്ലാത്ത അവൻ്റെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരിൽ ഒറ്റുകൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവനെയും ഓടിപ്പോകുന്നവൻ്റെയും പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് എനിക്ക് പങ്കുണ്ടാക്കുന്ന എളിമയുടെ ശുശ്രൂഷയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ചുറ്റുപാടുമുള്ള ഈ സമുദ്രത്തിൻ്റെ തിരയിളക്കലുകളിലേക്ക്, വലിയ ഭൂകമ്പങ്ങളിലേക്ക്, വലിയ കരച്ചിലുകളിലേക്ക്, നഷ്ടങ്ങളിലേക്ക് നോക്കാതെ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കൊന്ന് സ്വസ്ഥമായി അല്പസമയം കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ, അച്ഛൻ പറയട്ടെ, ഇത് നിൻ്റെ മുമ്പിൽ വിജയമന്ത്രമാണ്. എന്നാൽ ദൈവിക ജ്ഞാനം ലഭിക്കാത്തൊരു വ്യക്തിക്ക് ഇത് മണ്ടത്തരമാണ്, ഇത് ഭോഷത്വമാണ്. അവനാണല്ലോ കുരിശിൻ്റെ വചനം ഭോഷന്മാർക്ക് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ അതിനാണല്ലോ ഈ ഭോഷത്വത്തിൻ്റെ വലിയൊരു സന്ദേശം കർത്താവ് അവൻ്റെ തിരുശരീരം എടുത്തിട്ട് നൽകുന്നുണ്ട്. ശിഷ്യത്വത്തിന് വേണ്ടി ആഗ്രഹത്തോടെ ഇറങ്ങി പുറപ്പെട്ടവരാണ് അതിന് ചുറ്റുമുണ്ടായിരുന്നവർ. ഈ 12 പേരോ 72 പേരോ ഒന്നുമല്ല, ഒത്തിരി പേര് ഓടിക്കൂടി. എന്നാൽ തൻ്റെ ശരീര രക്തങ്ങളെക്കുറിച്ച്, ജീവൻ നൽകിയുള്ള സ്നേഹത്തെക്കുറിച്ച്, പൊടിയാനുള്ളവൻ്റെ തീരുമാനത്തെക്കുറിച്ച്, ഗോതമ്പ് മണി അഴിയണമെന്നതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവൻ പഠിപ്പിക്കുമ്പോൾ പിന്നെ പിറുപിറുത്തുകൊണ്ട് ഈ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് പലരും തിരിച്ചു പോകുന്ന കാഴ്ച വേദനാജനകമാണ് ദൈവിക ജ്ഞാനമുള്ളവർക്ക്. എന്നാൽ ലോകത്തിൻ്റെ ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കുന്നവർക്ക്, കൂട്ടിവെക്കാൻ മാത്രം മനസ്സ് വെച്ചിട്ടുള്ളവർക്ക് അത് സ്വീകാര്യവുമാണ്. അതിന്നും തുടരുകയാണ്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവസന്നിധിയിൽ നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള, ഞാൻ പറയുന്നില്ല അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യയുടെ എല്ലാ അതിർത്തികളിലും പോയി സുവിശേഷം പ്രഘോഷിക്കണമെന്ന് അച്ഛൻ പറയുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം സദാസമയവും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കണമെന്ന് അച്ഛൻ പറയുന്നില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ വലിയ അന്തസത്ത, വലിയ സത്ത നിൻ്റെ ജീവിതത്തിൽ, നീ ആകുന്ന സമൂഹത്തിൽ, നീ ആയിരിക്കുന്ന വ്യക്തികളിൽ, ഒരുപക്ഷെ ജീവിത പങ്കാളിയായിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞായിരിക്കാം, ഒരുപക്ഷെ എൻ്റെ അപ്പനായിരിക്കും, അമ്മയായിരിക്കാം, എൻ്റെ അയൽക്കാരനായിരിക്കാം, ഒരുപക്ഷെ എൻ്റെ പുരോഹിതനോ അല്ലെങ്കിൽ എൻ്റെ ഇടവക ജനമോ ആരുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ എൻ്റെ സുപ്പീരിയർ ആയിരിക്കും. ഞാനൊരു സന്യാസ സമൂഹത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. എൻ്റെ സുപ്പീരിയർ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരായിരിക്കും. ദൈവിക സന്ദേശം സദാസമയവും വ്യാപരിപ്പിക്കുവാനുള്ള, മറ്റുള്ളവർക്ക് നൽകുവാനുള്ള, പകർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതിനുമുമ്പ് ഞാൻ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും വേദപാഠ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം ഓർക്കുകയാണ്. പറഞ്ഞു, നമ്മുടെ ജീവിതത്തിന് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും. വിജയമന്ത്രം അവിടെ പൂർണ്ണമാവുകയാണ്. നീ ദൈവത്തെ അറിയുമ്പോൾ
അറിഞ്ഞ ദൈവത്തെ പകർന്നു കൊടുക്കാൻ ഒരു മദർ തെരേസയെ പോലെ നീ ഓടി നടക്കുമ്പോൾ, മൊളോക്കോയ് ദ്വീപിലേക്ക് പോയ ഡാമിയനെ പോലെ നിൻ്റെ ജീവിതം സമർപ്പിക്കുമ്പോൾ, അങ്ങനെ നിരവധിയായ വിശുദ്ധാത്മാക്കളെപ്പോലെ, നിരവധിയായി ഇന്നും ജീവിക്കുന്ന ക്രൈസ്തവ സഭയിലെയും കത്തോലിക്ക സഭയിലെയും മറ്റ് രാജ്യത്തിലുള്ള പലരെയും പോലെ ജീവിതം സമർപ്പിക്കുമ്പോൾ, അത് ക്രിസ്തുവിന് വേണ്ടി കൂടിയാകുമ്പോൾ, അത് ക്രിസ്തുവിലാകുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി മാത്രമാകുമ്പോൾ നിൻ്റെ ജീവിതം പൂർണ്ണമാവുകയാണ്. നീ ആകുന്നൊരു വ്യക്തിത്വത്തിലെ ഒരു ചെറിയ ഗോതമ്പ് മണി, ഒന്നുമില്ല ഈ കോടിക്കണക്കിനായ ഇത്രയും ജനങ്ങളുള്ള ഈ രാജ്യത്ത്, ഈ ലോകത്ത് നിൻ്റെ ജീവിതം ഒന്നുമല്ല. പക്ഷെ നീ പൊടിയുമ്പോൾ, മദർ തെരേസ എന്ന് പറയുന്ന ആഗ്നസ് ഒരു ഗാനമേളക്കാരത്തിയായിരുന്നു എന്നാണ് പറയുന്നത്. അവളുടെ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി പൊടിയാൻ തയ്യാറാകുമ്പോൾ ഈ ലോകം മുഴുവൻ ഈ സാധാരണ സ്ത്രീയെ അറിയുന്നുവെങ്കിൽ, എൻ്റെ കുഞ്ഞെ, നിൻ്റെ മുമ്പിലും സാധ്യതകൾ വിരിയുകയാണ്. സാധ്യതകളുടെ തമ്പുരാനിലേക്ക് ഏറ്റവും കുറഞ്ഞവന് അനുഗ്രഹം കൊടുത്ത, മുക്കവനെ വിളിച്ചിട്ട് അനുഗ്രഹം കൊടുത്ത്, തള്ളിപ്പറയുന്നവനെ വിളിച്ചിട്ട് ഒന്നാം സ്ഥാനം കൊടുത്ത തമ്പുരാൻ ഇപ്പോൾ നിന്നെയും നോക്കുകയാണ്. വെറുതെ നോക്കലല്ല, നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തുറന്നു വയ്ക്കാൻ നീ തയ്യാറാണെങ്കിൽ, വെളിപാടിൻ്റെ പുസ്തകം പറയുകയാണ്, നിൻ്റെ ഹൃദയവാതിലിൽ കർത്താവ് മുട്ടുകയാണ്. നിൻ്റെ ഹൃദയവാതിലിൽ കർത്താവ് മുട്ടുകയാണ്. പക്ഷെ നീ തുറന്നു കൊടുക്കണം. നിൻ്റെ ജീവിതത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും നോക്കിയിരുന്നാൽ, പരാജയങ്ങളും മറ്റുള്ളവരുടെ വാക്കുകളാൽ വിധിക്കപ്പെട്ട വിധിവാചകങ്ങളും നോക്കിയിരുന്നാൽ നിനക്ക് മുമ്പോട്ട് പോകാനാവില്ല. ഒരു ആന്തരിക സൗഖ്യത്തിനായി കർത്താവ് ക്ഷണിക്കുന്നു. പൊടിയാം, പൊടിഞ്ഞ് തമ്പുരാന് മാത്രമായി തീരാം. അതാണ് ഈ സന്ദേശത്തിലൂടെ തമ്പുരാൻ നമ്മോട് പറയുന്നതും. ഒരിക്കൽ ഒരു കൊച്ചു ഗ്രൂപ്പിന്, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ഒരു കൊച്ചു ഗ്രൂപ്പിന് വചനം പങ്കുവയ്ക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കാനിടയായി. ഇപ്രകാരമാണ് ചോദിച്ചത്: നിങ്ങൾ ക്രൂശിത രൂപത്തിൽ നോക്കിയിട്ട് എന്ത് കാണുന്നു? എന്നിട്ട് അവിടെ നിന്ന് വലിയൊരു ക്രൂശിത രൂപത്തിലേക്ക് അവരുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചു. അവരെല്ലാവരും ആ ക്രൂശിത രൂപത്തിൽ നോക്കി വളരെ ധ്യാന നിമഗ്നരായിരുന്നു. ഒത്തിരി പ്രാർത്ഥനയോടെ, ചിലർക്ക് കണ്ണീരൊഴുക്കുന്നത് ഞാൻ കണ്ടു, ചിലർക്ക് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്, ചിലർക്ക് ഭയങ്കര അഭിഷേകമുള്ള മുഖത്തോടുകൂടി തമ്പുരാനെ നോക്കുന്നത് കണ്ടു. വലിയൊരു ക്രൂശിത രൂപമായിരുന്നു അത്. അല്പസമയം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എല്ലാവരും ഒന്ന് കണ്ണുകൾ അടയ്ക്കുക, ശാന്തമായിട്ട് തമ്പുരാനെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഗ്രൂപ്പിലുണ്ടായിരുന്ന ഏകദേശം 10-60 പേരോളം വരുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലുള്ളവരോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ക്രൂശിത രൂപത്തിൽ നോക്കിയപ്പോൾ കണ്ടത്? പലരും പറഞ്ഞു, ക്രിസ്തുവിൻ്റെ മുൾക്കിരീടം കണ്ടു, അതിലെ വേദന, നിസ്സഹായാവസ്ഥ, ഇത്രയും പീഡനങ്ങളൊക്കെ കഴിഞ്ഞിട്ടും കർത്താവിന് വീണ്ടും ഒരു മുൾമുടി കൊടുത്തിരിക്കുക. ചിലർ പറഞ്ഞു, ഈശോയുടെ തിരുവിലാവിലുള്ള തിരുമുറിവിൽ നിന്ന് രക്തവും വെള്ളം ഒഴുകുന്നത് കണ്ടു. ചിലർ അവൻ്റെ കാലുകളിലേറ്റ പീഡകൾ, 3 ആണികളിൽ തൂങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരുത്തൻ്റെ നിസ്സഹായാവസ്ഥ, ഇല്ലാത്തൊരവസ്ഥ, നഗ്നനായി അമ്മയുടെ മുമ്പിൽ തൂങ്ങിക്കിടക്കേണ്ടി വന്നവൻ്റെ ഏറ്റവും വേദനാജനകമായ അവസ്ഥകൾ, അങ്ങനെ നിരവധിയായ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥകൾ ഈ ദൈവത്തിൻ്റെ പ്രിയ മക്കൾ തുറന്നിടുകയാണ്. പക്ഷെ ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചൊരാശയം ഇപ്രകാരമാണ്. ഞാനിപ്രകാരം അവരോട് പറഞ്ഞു, അവർ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ്, ഇതൊന്ന് കൂട്ടി വായിക്കാൻ, ഒന്ന് കൂട്ടിച്ചേർക്കാൻ, ഒന്ന് ക്രൈസ്തവീയതയിലേക്ക് കുറച്ചുകൂടെ ഒന്ന് എടുക്കാൻ ഇപ്രകാരം പറയുകയുണ്ടായി. പ്രിയമക്കളെ, ക്രൂശിത രൂപത്തിലേക്ക് നാം നോക്കുമ്പോൾ, ക്രൂശിത രൂപത്തിൻ്റെ ദൈന്യതയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, വേദനയിലേക്ക് നോക്കുമ്പോൾ, ഉറപ്പായും കണ്ടിരിക്കേണ്ട മറ്റൊരു കാഴ്ച ക്രൂശിത രൂപത്തിൽ തന്നെ കരുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചില ക്രൂശിത രൂപങ്ങൾ അങ്ങനെ നമ്മൾ ക്രമീകരിച്ച് വെക്കാറുമുണ്ട് പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും. ക്രൂശിത രൂപത്തിലേക്ക് നോക്കുന്ന ഓരോ വ്യക്തിയും ആ നോക്കുമ്പോൾ ക്രൂശിതനെയാണ് കാണുന്നതെങ്കിലും അതിനുശേഷം ധ്യാനത്തിൻ്റെ പൂർണ്ണതയിൽ അവനിലേക്ക് കടന്നു വരേണ്ടത് ആ ക്രൂശിത രൂപത്തിൽ തന്നെ വലിയ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഉദ്ധിതനെയാണ്. ക്രൂശിത രൂപത്തിൻ്റെ പൂർണ്ണതയിൽ ഉദ്ധിതനെ കാണാത്ത ഒരു ക്രൈസ്തവ ജീവിതം ക്രൈസ്തവ ജീവിതമേ അല്ല, താൽക്കാലികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിൽ മാത്രമാണ്. എല്ലാം നഷ്ടപ്പെടുന്നവന് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ഉദ്ധാനത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. പത്രോസ് പോലെ അവനെ തടഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പത്രോസ് പറയുന്നുണ്ട്, ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നിനക്ക്. പിതാവേ, എൻ്റെ അപ്പച്ച, നിനക്കിങ്ങനെ സംഭവിക്കുകയോ? എനിക്കെല്ലാം തന്നുകൊണ്ടിരുന്ന എൻ്റെ അപ്പനാണ് നീ. അപ്പനെ അമ്മേനൊക്കെ ഉപേക്ഷിച്ച് ഞാൻ നിൻ്റെ പുറകെ പോകുന്നതാണ്. എല്ലാം തന്നുകൊണ്ടിരുന്ന നീ ഇപ്പോൾ നീ എന്നിൽ നിന്ന് അപ്രത്യക്ഷമായി കുരിശു വഹിക്കുകയോ? നോ നോ നോ, അങ്ങനൊരു സംഭവമില്ല. ഈശോ പറയുകയാണ്, അവനെ വിളിച്ചൊരു പേരെന്നാണെന്നറിയാവോ? സാത്താനെ, സൈറ്റൻ ഗോ ബിഹൈൻഡ് മീ. സാത്താനെ, നീ ദൂരെ പോ, എൻ്റെ മുമ്പിലേക്ക് നീ വരണ്ട. വേദനകളെ അങ്ങനെ കാണാൻ ശ്രമിച്ച, കുരിശുകളെ അങ്ങനെ കാണാൻ ശ്രമിച്ച, ജീവിതത്തിൻ്റെ അഴിയലുകളെ, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളെ അങ്ങനെ കാണാൻ ശ്രമിച്ച പത്രോസിനെ കർത്താവ് തടയുകയാണ്. അവനെ സാത്താനെന്ന് വിളിച്ച് ഉപേക്ഷിച്ചതല്ല, അവനിലുള്ള സാത്താനിക്കായിട്ടുള്ള ഒരു പൈശാചികമായിട്ടുള്ള ചിന്തയെ കർത്താവ് ശാസിക്കുകയാണ്. അതിനു മുമ്പ് തന്നെയാണ് കർത്താവ് അവനെ ഇത് ദൈവിക രഹസ്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തുന്നത് സ്വർഗസ്ഥനായ പിതാവാണ്, മാംസരക്തങ്ങളല്ല, ഇത് അപ്പൻ്റെ അമ്മയുടെയൊന്നും ബുദ്ധിയും വിവേകവും അറിവൊന്നും അല്ല.
അവർ പഠിപ്പിച്ചതൊന്നും അല്ല എന്ന് ഈ പത്രോസിനോട് തന്നെ പറയുന്ന കർത്താവ് അവൻ്റെ വ്യക്തിത്വത്തെ വിലമതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പത്രോസിനൊരിക്കലും നിഷേധിക്കുന്നതല്ല. പക്ഷെ അവനിലുള്ള ഈ ഒരു തെറ്റായ ചിന്ത മുളയിലേ നുള്ളിക്കളയെ ഓരോ ക്രൈസ്തവൻ്റെയും മുമ്പിൽ ഈശോ വയ്ക്കുന്നൊരു പാഠം അതാണ്. അതുകൊണ്ട് ദൈവമക്കളൊക്കെ വലിയ സ്നേഹത്തോടുകൂടി പല മക്കളും കുടുംബജീവിതക്കാർ, സന്യസ്തർ, വൈദികരൊക്കെ കർത്താവിന് വേണ്ടി ഓടി നടക്കുന്നത്, ചില സമയങ്ങളിൽ അവർ ചെരുപ്പ് ഉപേക്ഷിച്ച് നടക്കുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ ചെയ്യാറില്ല. അനേകം മക്കൾ ചെരുപ്പ് ഉപേക്ഷിച്ച് നടക്കുന്നു. ഒത്തിരി പേര് നിരന്തരമായ ഉപവാസത്തിലും ജാഗരണത്തിലും, ചിലരൊക്കെ സദാസമയങ്ങളിലും പ്രാർത്ഥനയിലായിരിക്കുന്നു. മണലൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി. ആദ്യമൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് കുറേശ്ശെയായി ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണ് ഈ അഴിയുന്നതിലൂടെ. അനേകം ആത്മാക്കളെയാണ് അവർ രക്ഷയിലേക്ക് നയിക്കാൻ ഒരുമ്പെടുന്നത്. ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഉദ്ധിതനെ കാണാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മൾ മറ്റൊരു വാചകം മനസ്സിൽ എഴുതിയിടുക, എവറി ഡിസപ്പോയിൻമെൻറ്റ് ഈസ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ലോർഡ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും കർത്താവുമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് കരുതി വെച്ചിട്ടുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ അത് തെളിയിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അവൻ്റെ ആശയങ്ങളെ ചിന്തിച്ച് തലപുണ്ണാക്കാതെ എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ അഴിഞ്ഞ് ഇങ്ങനെ നേടാൻ കഴിയും. അഭിഷേകത്തോടെ ഒരു നിത്യജീവനിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തം ജീവനെ ഈ ലോകത്ത് നീ വെറുക്കണം, നീ നിത്യജീവന് വേണ്ടി കാത്തിരിക്കണം. എൻ്റെ കൂടെ ആയിരിക്കുന്നവൻ, എന്നെ ശുശ്രൂഷിക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പിതാവ് അവനെ ബഹുമാനിക്കും. പിതാവ് ബഹുമാനിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമേ ഉത്തരവുള്ളൂ. അല്ലെങ്കിൽ ആരാണ് ജീവിതാവസാനം വരെ സമ്പത്ത് ആസ്വദിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ആരാണ് ജീവിതാവസാനം വരെ കുടുംബത്തിൽ ഭാര്യയും മക്കളെയും ആസ്വദിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ആരാണ് ഈ നേടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിത അവസാനം വരെ ഒരേപോലെ ആസ്വദിച്ചിട്ടുള്ളത്? ഉറപ്പിച്ച് പറയാൻ പറ്റും, ദൈവഭക്തൻ അതിൻ്റെ അവസാനം വരെ ആസ്വദിച്ചിട്ടുണ്ട്. കാരണം അവൻ എല്ലാവരും ഉള്ളപ്പോഴും ആദ്യത്തെ ഒരു കാര്യം കർത്താവ് തന്നെയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അതേപടി ഇരിക്കും, ഒരു പ്രയോജനം ഉണ്ടാവില്ല, ഒരു കാര്യം നേടാൻ പറ്റില്ല. എന്തൊക്കെ നീ ചെയ്തു വയ്ക്കും, എന്നാൽ ഒരു തിരിശേഷിപ്പായി നിൻ്റെ ജീവിതം മാറണമെങ്കിൽ, ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, രോഗക്കിടക്കയിലായിരിക്കാം നീ, സങ്കടത്തിലായിരിക്കാം നീ, ഒറ്റപ്പെടലിലായിരിക്കാം. വെറുതെ ഒന്ന് മിഴി പൂട്ടുക, ഒരല്പം കണ്ണുനീര് കർത്താവിൻ്റെ ചങ്കിലേക്ക് ഒഴുക്കുക. അവിടെ നിന്ന് നിന്നെ കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ നീ താഴ്മയോടെ ഇരിക്കുക. തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ അവൻ്റെ ജീവൻ നൽകിയാണ് വാഗ്ദാനങ്ങളുടെ വിശ്വസ്ത പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് സംശയിക്കേണ്ട. ചരിത്രങ്ങളിൽ പറയുന്നു, കഴിഞ്ഞ കാലങ്ങൾ വെളിവാക്കുന്നു, ജീവിത സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നു, അവൻ ജീവനുള്ളവനാണ്. നമുക്കൊരു നിമിഷം മിഴിപൂട്ടാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഒപ്പം ദൈവമാതാവിൻ്റെ കരം പിടിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവപിതാവിൻ്റെ, ദൈവപുത്രൻ്റെ, ദൈവാത്മാവിൻ്റെ മനസ്സിന് യോജിച്ച വിധത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളാക്കി മാറ്റി അനേകം പേർക്ക് വെളിച്ചം നൽകുന്ന, അനേകം പേർക്ക് സ്വാദ് നൽകുന്ന ഉപ്പും പ്രകാശവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മിഖായേലെ, കർത്താവിൻ്റെ ദൂതഗണങ്ങളെ എല്ലാവരും ദൈവജനത്തിന് കാവൽ നിൽക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.